ഹലോ, പച്ചക്കറി തൈകൾക്കൊക്കെ കുറച്ച് കഞ്ഞിവെള്ളവും അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ചാരവും മഞ്ഞപ്പൊടിയും കൂടെ തലേന്നത്തെ പുളിപ്പിച്ച് വെച്ച കഞ്ഞിവെള്ളമാണ്. അതിലേക്ക് 1 ലിറ്റർ കഞ്ഞിവെള്ളത്തിൽ 2 ലിറ്റർ എന്ന അളവിലാണ് നമ്മൾ വെള്ളം ചേർക്കേണ്ടത്. അത് നന്നായിട്ട് ഇളക്കിയിട്ട് ഈ പച്ചക്കറിയുടെ മൂട്ടിലൊക്കെ നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. രാവിലെ കട്ടിയുള്ള കഞ്ഞിവെള്ളം ഒരു കാരണവശാലും നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. മണ്ണ് തറഞ്ഞു പോവും, തറഞ്ഞ് ചെടികളൊക്കെ നാശമായി പോവും. ഞാൻ എന്ന് രാവിലെ വൈകിട്ടും ഈ ചെടികളുടെ മൂട്ടിലൊക്കെ വന്നിട്ട് പ്രാണികളുടെ ശല്യമൊക്കെ ഉണ്ടോ എന്ന് നോക്കും. നമ്മൾ ഈ ഇലകളടിയൊക്കെ ഇങ്ങനെ ഒന്ന് തട്ടി കൊടുക്കണം. അതേപോലെ തന്നെ നമ്മൾ ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കുമ്പോൾ നന്നായിട്ട് ഇങ്ങനെ കുടഞ്ഞൊഴിക്കണം. അതുപോലെ ഓസിലാണ് ഒഴിക്കുന്നതെങ്കിൽ ചീറ്റി ഒഴിക്കുന്ന രീതിയിൽ ഇങ്ങനെ തെറിപ്പിച്ചൊഴിച്ച് കൊടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ പ്രാണിശല്യമൊക്കെ ഇലകളുടെ അടിയിലൊക്കെ ഉണ്ടാവും. നമ്മൾ കടകളിലൊന്നും പോയി വളങ്ങളൊന്നും വാങ്ങിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്ന് വെച്ചാൽ വളങ്ങൾക്കൊക്കെ നല്ല വിലയാണ്. നമ്മൾ വീട്ടാവശ്യത്തിന് വേണ്ടി ചെയ്യുന്ന പച്ചക്കറിയൊക്കെ കുറച്ചല്ലേ പച്ചക്കറി തൈകളൊക്കെ കുറച്ചല്ലേ കാണത്തുള്ളൂ. അപ്പോൾ നമുക്കിതിൽ നിന്ന് വിളവ് കിട്ടുന്നതിനനുസരിച്ചല്ലേ നമ്മൾ പൈസ ചിലവാക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തുടക്കത്തിലെയൊക്കെ കൃഷിക്കാരാണെങ്കിൽ ഇതേപോലെ വളം ചെയ്ത് കൊടുക്കുക. നമ്മൾ വീട്ടുമുറ്റത്തൊക്കെ 1/2 സെൻറ്റ് 1 സെൻറ്റൊക്കെ അല്ലേ കൃഷിയിടം കാണത്തുള്ളൂ. അപ്പോൾ അത് നമ്മൾ വേപ്പിൻ പിണ്ണാക്കും കടലപ്പിണ്ണാക്കൊക്കെ വാങ്ങിക്കുമ്പം നല്ലൊരു എമൗണ്ട് ആവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതേ രീതിയിലുള്ള വളങ്ങൾ ചെയ്യുന്നതായിരിക്കും നല്ലത്. കുറച്ച് മുകളിൽ കൂടെയൊക്കെ ഒന്ന് തളിച്ച് കൊടുക്കണേ. അടുത്തതായിട്ട് നമ്മൾ വളമിട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഈ മുട്ടത്തോട്. ചെടികൾക്ക് കാൽസ്യമൊക്കെ പെട്ടെന്ന് എഫക്റ്റ് ചെയ്യാൻ ഈ മുട്ടത്തോട് നല്ലതാണ്. അതുപോലെ നമ്മൾ തേയിലച്ചണ്ടി അതും ഇതിലോട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പം മുട്ട തിളപ്പിച്ച വെള്ളം തന്നെയാണിത്. ഇതും ഇനി നമ്മൾ ചെടികളുടെ മൂട്ടിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ചെറിയ തൈകൾക്കൊക്കെ കുറച്ച് അളവിലേ ഒഴിച്ചു കൊടുക്കാവൂ കേട്ടോ. പെട്ടെന്ന് പൂക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ തളിച്ചു കൊടുക്കുന്നത്. കൃഷി എന്ന് പറഞ്ഞാൽ ചെറിയൊരു വിത്തിൽ നിന്നാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ചെറിയൊരു മുളക് വിത്ത് നമുക്ക് കൃഷി ചെയ്ത് പാകമായാൽ ഒരുപാട് പച്ചക്കറികളൊക്കെ അതിൽ നിന്നും പറിച്ചെടുക്കാൻ പറ്റും. നമ്മളിനി തക്കാളിയുടെ ചുവട്ടിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണേ. ഇതൊരു ചെറിയൊരു കൃഷിത്തോട്ടമാണ്. അപ്പം നമ്മുടെ അടുക്കള വശത്താണ് നമ്മളിത് ചെയ്തെടുത്തിരിക്കുന്നത്. ഒരു 1/2 സെൻറ്റ് ഒരു 1/2 സെൻറ്റിൽ പകുതി എങ്ങാണ്ടേ ഉള്ളൂ. അപ്പോൾ ബാക്കിയുള്ളിടമൊക്കെ നമ്മൾ ഇൻ്റർലോക്കാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഉള്ള സ്ഥലങ്ങളിൽ ഞാൻ എല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ഗ്രോ ബാഗിലൊക്കെ 3-4 മൂടേ വെച്ചിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഞാൻ നമ്മുടെ പയർ ചെടിയൊക്കെ ഇനി പടർത്താനായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഉണക്കിന് ഈ കറിവേപ്പൊക്കെ ഉണങ്ങി ഇത് നാശമായി പോയിട്ടുണ്ടായിരുന്നു. നമുക്കൊരു ഇല പോലും കിട്ടാത്ത രീതിയിലായിരുന്നു. പിന്നെ ഞാനിതൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇപ്പോൾ ഇത് കുറച്ച് ഒരു 1 ലിറ്റർ വെള്ളത്തിൽ ഒരു അരമുറി നാരങ്ങ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തപ്പോൾ ദാണ്ടെ തളിരിട്ട് ഇലകളൊക്കെ വന്നു തുടങ്ങി. ആകെ കുറച്ചിടത്താണ് എനിക്ക് മണ്ണുള്ളത്. ബാക്കിയുള്ളതെല്ലാം നമ്മൾ ഇൻ്റർലോക്കാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നമ്മൾ കണ്ട ആ സ്ഥലത്ത് ഇത് നല്ലൊരു ഇനം പേര വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചീമപ്ലാവ് അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ടാണ് നമ്മൾ ചീമപ്ലാവ് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. അത് കണ്ട ഈ കൊല്ലമാണ് ഇത് കായ്ച്ചു തുടങ്ങിയത്. ഒരുപാട് കായ്ച്ചിട്ടുണ്ട്. ഇത് വരിക്കപ്ലാവാണ്. അപ്പം നല്ല ടേസ്റ്റാണ് ഈ ചക്ക കൂട്ടാൻ വെക്കുമ്പോഴൊക്കെ. പിന്നെ അതിൻ്റെ ഇപ്പുറത്തായിട്ട് എൻ്റെ റംബുട്ടാൻ മരം. ഇത് ഒരുപാട് വർഷം ആയിട്ടൊന്നുമില്ല. ഇത് 10-11 വർഷമായതാണ്. പക്ഷേ ഇയാളങ്ങ് വളർന്ന് വലിയൊരു ഭീമൻ മരമായി. അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ടാണ് നമ്മൾ ബഡ് പ്ലാവ് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ ചക്ക കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട്.
പിന്നെ അതിൻ്റെ അടുത്തായിട്ട് നമ്മൾ മുരിങ്ങ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ കൊല്ലത്തെ കാറ്റിൽ മഴയിലും അത് ഒടിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഒടിഞ്ഞു പോയപ്പോൾ ഞാനൊന്ന് കട്ട് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ അത് പടർന്ന് കളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ 2 തരം നാരകം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് വലിയ ഇനം നാരകമാണ്. അതുപോലെ തന്നെ ഇത് നമ്മുടെ നാടൻ നാരങ്ങയുടെ അരിയിട്ട് കിളിപ്പിച്ചതാണ്. അതുപോലെ ഇത് നമ്മുടെ വഴുതനമാണ്. ഈ ഒരു വഴുതനങ്ങയ്ക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് നമ്മുടെ കൊല കുത്തി കായ്ക്കുന്ന തരത്തിലുള്ള ഒരു പാവലാണ്. ഇത് നന്നായിട്ട് വിളവ് തരുന്നുണ്ട്. ഇപ്പോൾ ഇത് ഒരു കൊലയിൽ ഇങ്ങനെ വന്നതുകൊണ്ട് നമ്മൾ ഒന്നിച്ച് ഇത് കവറിട്ട് കൊടുത്തേക്കുവാണേ. ഇത് നമ്മുടെ ജാതിമരമാണ്. ഇതും പടർന്ന് പന്തലിച്ച് പോയിട്ടുണ്ട്. എല്ലാ വർഷവും ഇത് കായ്ഫലം തരാറുണ്ട്. ഇത് പിന്നെ നമ്മുടെ റെഡ് ലേഡി പപ്പായ. ഇത് എൻ്റെ ഒരു കൂട്ടുകാരി അരിയിട്ട് കിളിപ്പിച്ചിട്ട് എനിക്ക് ഒരു തൈ തന്നതാണ്. അതും വളർന്നിട്ടുണ്ട്. ഉള്ള സ്ഥലങ്ങളിൽ നമുക്ക് നന്നായിട്ട് നിലം കിളച്ച് ഒരുക്കി വലിയ കട്ടകളൊക്കെ നമുക്ക് മാറ്റിക്കളഞ്ഞതിന് ശേഷം കുറച്ച് കുമ്മായം ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി ഇട്ടിട്ട് ഒരാഴ്ചയ്ക്ക് ശേഷം നമ്മൾ തൈകൾ വെച്ച് പിടിപ്പിച്ചാൽ ഇതേ രീതിയിൽ ഇത് കിളിച്ച് മേപ്പോട്ട് വരും. ഇത് എടുത്തിട്ട മണ്ണായതുകൊണ്ട് കുറേ കാലം മുമ്പ് നമ്മൾ എന്ത് നട്ടാലും കുരുടി പോകുമായിരുന്നു. അപ്പോൾ ഇപ്പോഴേ ഞാൻ ഇതൊക്കെ നിലം ഒക്കെ കിളച്ചൊരുക്കി കുമ്മായം ഇട്ട് മണ്ണ് റെഡിയാക്കി എടുത്തിട്ടാണ് നമ്മൾ ഇത് ചെയ്തെടുത്തത്. രാവിലത്തെ കൃഷി പരിപാലനമൊക്കെ കഴിഞ്ഞിട്ട് ഇനി നമ്മൾ രാവിലത്തെ കൃഷി പരിപാലനമൊക്കെ കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ കയറുകയാണ്. 8 മണിയായപ്പോഴേ നന്നായിട്ട് സൂര്യൻ ഉദിച്ചിട്ടുണ്ട്. വെയിലിന് നല്ല ചൂടുമാണ്.